everyone, once again, welcome back to EduBoard CUT. എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അർജന്റ് അപ്ഡേറ്റ് തരാനാണ് വന്നിട്ടുള്ളത്. പലരും സംശയത്തിലാണ് CUT പരീക്ഷ 2022 മുമ്പ് തുടങ്ങിയതാണെങ്കിലും ഓൺലൈൻ ആയിട്ടാണ് പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്. ഓൺലൈൻ പരീക്ഷ നടക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരാനിരിക്കുന്ന പരീക്ഷ അത് ഓൺലൈനിൽ മാത്രമായിരിക്കില്ല, ഓഫ്ലൈനിൽ കൂടി ഉണ്ടായിരിക്കും എന്താണ് കിംവദന്തികളും അതുപോലെ തന്നെ അതിന്റെ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അപ്ഡേഷനൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഓഫ്ലൈൻ ആയിട്ട് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്, എന്താണ് അതിന്റെ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി പോകുന്നത്. ഇത് 100% ഉറപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. മിക്കവാറും നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പരീക്ഷകളാണ് ഓഫ്ലൈൻ ആയിട്ട് നടത്താൻ സാധ്യതയുള്ളത് ഒരു 90% ഓഫ്ലൈൻ ആയിട്ട് ഈ പരീക്ഷകൾ നടത്താൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയും സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം രജിസ്ട്രേഷൻ ആണ് ഈ ഒരു സബ്ജക്റ്റിന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജനറൽ ടെക്സ്റ്റ് ആണെങ്കിൽ ഏകദേശം 8,34,207 ആളുകളാണ് ജനറൽ ടെക്സ്റ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കെമിസ്ട്രി ഏകദേശം 7 ലക്ഷത്തിലധികം ആറ്, ഫിസിക്സ് 6,72,000 ആളുകളുണ്ട്. മാത്സ് ആൻഡ് അപ്ലൈഡ് മാത്സ് 4,86,000 ആളുകളുണ്ട്. ബയോളജി 3,91,000 ആളുകൾ. എക്കണോമിക്സ് ആണെങ്കിൽ 21, അതായത് എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സും സെയിം ആട്ടോ, ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ 1,90,000 ആളുകൾ. അക്കൗണ്ടൻസി ആണെങ്കിൽ ഏകദേശം 1,80,000 ആളുകളുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ആണ് ഏകദേശം 1,60,000 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് പരീക്ഷ നടത്താൻ വേണ്ടി പോകാൻ സാധ്യതയുള്ള സബ്ജക്റ്റുകൾ ഈ സബ്ജക്റ്റുകളാണ്. കാരണം പരീക്ഷ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പരീക്ഷയിൽ എങ്ങനെയാണ് പറഞ്ഞത്, അതായത് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ വരുന്ന പരീക്ഷകളായിരിക്കും മിക്കവാറും എങ്ങനെ ഓഫ്ലൈൻ ആയിട്ട് നടത്താൻ വേണ്ടി പോകുന്നുള്ളത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ സബ്ജക്ട്, അതായത് ഏകദേശം 1.5 ലക്ഷത്തിലധികം 1.5 lakh 1.5 ലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്രയും ഈ സബ്ജക്റ്റുകൾ മിക്കവാറും ഓഫ്ലൈൻ പരീക്ഷയായിട്ടായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത്. ബേസിക്കലി എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, ഓഫ്ലൈൻ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ കാരണം നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ എഴുതിയ അതേ ഒരു ഫോർമാറ്റ് പരീക്ഷ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും നെറ്റ്വർക്ക് വിഷയം മാത്രമല്ല അല്ലാതെ ഇന്റർഫേസ് ആയി നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടും. അതുകൊണ്ടൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം മിക്കവാറും നിങ്ങളുടെ ഒരു പകുതി ടെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനുള്ള ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കണക്കാക്കാം. റെഡി? അപ്പൊ ഏതൊക്കെയാണ്? ജനറൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ്, ഇത്രയും സബ്ജക്റ്റുകളായിരിക്കും ഓഫ്ലൈൻ പരീക്ഷ. അതുപോലെ തന്നെ ഇംഗ്ലീഷും, ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇംഗ്ലീഷും എന്ത് തന്നെയായിരിക്കും, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ഹിന്ദിയും ഉണ്ടാവാനുള്ള സാധ്യത. ഇംഗ്ലീഷും ഹിന്ദിയും എന്തിനുള്ള ഇതേപോലെ തന്നെ, കാരണം അതും 1.5 ലക്ഷത്തിലധികം ആളുകൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. ഇത്രയും സബ്ജക്റ്റുകൾ എന്താവാൻ ഓഫ്ലൈൻ പരീക്ഷ നടത്താനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CUT-യുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റ്സുകൾ നമ്മുടെ ഈ ചാനൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ CUT-യുടെ അപ്ഡേഷൻ വേഗം കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ CUT നമ്മുടെ ക്രാഷ് കോഴ്സ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ സബ്ജക്റ്റുകൾ എഴുതുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.